നമസ്കാരം. താഴ്ത്തപ്പെട്ട കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ പേരിലുള്ള കൊച്ചിയിലെ ചവറ കൾച്ചർ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു ഫിലിം മേക്കിംഗ് ക്ലാസ് നടന്നിരുന്നു. ആ ഫിലിം മേക്കിംഗ് ക്ലാസ്സിൽ എനിക്കും പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു. ആദ്യം ആ ഫിലിം മേക്കിംഗ് ക്ലാസ്സിന് ഞാൻ കയറി ചെല്ലുമ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇതേതോ ഒരു കൊമേഴ്സ്യൽ കോംപ്ലക്സ് ആയിരിക്കും എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല, വലിയൊരു ഫ്ലാറ്റ് ആയിരിക്കുമെന്ന്. കാരണം കൊച്ചിയിൽ ഫ്ലാറ്റുകളുടെ ഒരു കലവറ തന്നെയുണ്ട്. എന്നോ മറ്റോ ആയിരിക്കും, ജസ്റ്റ് ഒരു ഹാളിൽ നമ്മളെ കൊണ്ടിരുത്തി കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു വിടുക എന്നായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന ഒരു ധാരണയിൽ ഞാൻ അവിടെ കയറി ചെല്ലുകയായിരുന്നു. എന്നെ കൂടാതെ ഞാൻ ഉൾപ്പെടെ ഏതാണ്ട് 200 സ്റ്റുഡൻസ് അവിടെ എത്തിയിരുന്നു. പ്രായം വ്യത്യാസമൊന്നുമില്ലാതെ ചെറുപ്പക്കാരും പ്രായം ചെന്നവരും മധ്യവയസ്കരും എന്നിങ്ങനെ ഏകദേശം ഒരു 200 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പുറമേ നിന്ന് കാണുന്ന കാഴ്ചയായിരുന്നില്ല ആ ക്യാമ്പസിൻ്റെ അകത്ത് ചെന്നപ്പോൾ. സകല ഒരു മൂവി നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ആ ക്യാമ്പസിനകത്തുണ്ട്. മറ്റൊന്നിനും നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. റെക്കോർഡിംഗ് ആവട്ടെ, എന്ത് സിസ്റ്റം ടെക്നിക്കലി ഒരു മൂവിയായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം സിസ്റ്റങ്ങളുണ്ടോ ആ സിസ്റ്റങ്ങളെല്ലാം ചവറ കൾച്ചർ സെന്ററിനകത്ത് സ്ഥിതി ചെയ്യുന്ന ആ ക്യാമ്പസിൽ ലഭ്യമായിരുന്നു. വിദ്യാർത്ഥിനികളായിട്ടുള്ള ഞങ്ങളെയൊക്കെ ആദ്യം ആ ക്യാമ്പസ് മൊത്തം കൊണ്ട് കാണിച്ചു. അത് ഓരോന്നും എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതുകൊണ്ട് എന്താണ് ഒരു മൂവിക്ക് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ കാര്യങ്ങൾ ആദ്യം ഞങ്ങളെ നേരിട്ട് കൊണ്ടുപോയി കാണിച്ച് ബോധ്യപ്പെടുത്തി. ശേഷമായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ആരംഭിച്ച്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന അധ്യാപകരാകട്ടെ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, എഡിറ്റർ ആൻഡ് മ്യൂസിക് സൗണ്ട് എഞ്ചിനീയർ, ക്യാമറാമാന്, കോസ്റ്റ്യൂം ഡിസൈനർ എന്നിങ്ങനെ പ്രൊഡ്യൂസർ ഒഴികെ, എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ ഒഴികെ ബാക്കി എല്ലാ വ്യക്തികളും അധ്യാപകരായി ഞങ്ങളെ അവിടെ ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നു എന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതം. തന്നെയുമല്ല, ഈ പ്രഗത്ഭരൊക്കെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയവരല്ല, നിലവിൽ ഹിറ്റ് മൂവികളുടെ മേക്കേഴ്സ്. സത്യത്തിൽ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന അന്നത്തെ ദിവസം ആ ക്ലാസ്സിൽ പങ്കെടുത്ത ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നത് ചവറ ഫിലിം മേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്നാൽ ഇതിൽ നിന്നും ഞങ്ങളെ ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങൾക്ക് ഓരോ കണ്ടന്റുകൾ കൊടുത്ത് ആ കണ്ടന്റുകൾ സ്റ്റേജിൽ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ അവസരവും ഒരുക്കുകയായിരുന്നു ചവറ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിനകത്ത് ഹെഡായ അച്ഛനാവട്ടെ അങ്ങേയറ്റം ഞങ്ങളോട് അച്ഛൻ്റെ ഫ്ലാഷ് ബാക്കും, അച്ഛനാണെങ്കിൽ ഓൾറെഡി ഒരു ഫിലിം ഡയറക്ടറും കൂടിയാണ്, അദ്ദേഹം 1-2 മൂവികൾ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, അടുത്തൊരു മൂവിയുടെ വർക്ക് തുടങ്ങാൻ പോകുന്നു എന്നും പറഞ്ഞു അങ്ങേയറ്റം സ്നേഹവാത്സല്യത്തോടെയാണ് ഞങ്ങളോട് ഇടപെട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രഗത്ഭമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിക്കാനും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റേജിൽ ഒരു സ്കിറ്റ് അവതരിപ്പിക്കാനും എനിക്കൊക്കെ അവസരമുണ്ടാകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഒരു ദൈവ നിയോഗം പോലാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എത്തിപ്പെട്ടതും എനിക്ക് അവിടെ കിട്ടിയ ടീച്ചേഴ്സിൻ്റെ അനുഭവങ്ങളും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ നിലകൊള്ളുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും സിനിമ കാണുന്നവരാണ്. പക്ഷേ സിനിമയുടെ പിന്നാമ്പുറത്തെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഏതാണ്ട് 90% ആൾക്കാർക്കും അറിയണമെന്നില്ല. കാരണം ഒരു സിനിമയിൽ
താരങ്ങളും എല്ലാം കൂടെ കൂടി കാണുന്നത് 8-10 പേര് അല്ലെങ്കിൽ 20 പേര് അതിൽ കൂടുതൽ ഉണ്ടാവില്ല സ്ക്രീനിൽ കാണുന്നത്. പക്ഷെ ആക്ച്വലി ആ സിനിമയിൽ പിന്നാമ്പുറത്ത് ഒരു 200 പേരുടെ വർക്കെങ്കിലും ഉണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ അതനുസരിച്ച് കൂടുതൽ പേരുണ്ടാകുന്ന സിനിമയുടെ ക്വാളിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ച്. എന്നാൽ ഇത്രയും പേര് 200 പേരെ തന്നെ നമുക്ക് ലിസ്റ്റിലെടുക്കാം. ഒരു ചെറിയ മൂവിയുടെ കാറ്റഗറിക്ക് തന്നെ നമ്മൾ വരാം. 200 പേര് രാപകലില്ലാതെ കഷ്ടപ്പെട്ടാലാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന 8-10 പേരുടെ ബേസിക്കിലല്ല ഒരു സിനിമ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ലോകത്ത് മറ്റെല്ലാ ജോലിക്കും ടൈമിംഗ് ഉണ്ട്. ഏത് പണിയെടുത്താലും അതിന് നിശ്ചിത സമയമുണ്ട്. 8 മണിക്കൂറോ അല്ലെ 10 മണിക്കൂറോ 12 മണിക്കൂറോ എന്നിങ്ങനെ അതിന് അതിൻ്റെതായ ടൈമിംഗ് ഉണ്ട്. എന്നാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഒരു ടൈമിങ്ങും ഇല്ല. അവര് സ്വമേധ എനിക്ക് തോന്നുന്നു ഒരു മൂവിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു 6 മണിക്കൂർ സമയം പോലും ആർക്കും ആ മൂവിയിൽ വന്ന് ഉറങ്ങാൻ സമയം കിട്ടാറില്ല എന്ന് തന്നെയാണ് സത്യം. കഷ്ടിച്ച് 2-3 മണിക്കൂർ നേരം, അതിലും പ്രത്യേകിച്ച് സംവിധായകനെ പോലുള്ള സഹസംവിധായകനെ എന്നുള്ള കാറ്റഗറിയിൽ വരുന്നവർക്കാണേ ഉണ്ടല്ലോ, ആ 2-3 മണിക്കൂർ പോലും കിട്ടുമോ എന്നത് സംശയമാണ്. കാരണം അവരുടെ ബ്രെയിൻ എവറി ടൈം ഇങ്ങനെ ആ മൂവിയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് എടുത്ത ഷോട്ട് ഇതാണ്, നാളെ ഏതാണ് ഷോട്ട് എടുക്കാൻ പോകുന്നത്, അതെങ്ങനെ എടുക്കണം, അതെങ്ങനെ ഒത്തുവരണം. എന്തിനധികം നമ്മുടെ ഔട്ട്ഡോർ ഷൂട്ടിൽ സൂര്യപ്രകാശത്തിന് വരെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ജസ്റ്റ് നിശ്ചിത സമയത്തിൽ ആ ഷൂട്ട് എടുക്കണം. ആ നിശ്ചിത സമയത്ത് ആ ഷൂട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ, ആ വിഷ്വൽസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ടി എത്ര ദിവസം വേണേലും നമ്മൾ ആ ടൈം കീപ്പ് ചെയ്ത് ആ ഷൂട്ട് എടുക്കാൻ മെനക്കെടണം. അതിനൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പേരുടെ കഷ്ടപ്പാടാണ്, എത്ര രൂപ ചെലവാണ്. അതുപോലെ ഒരു കൂട്ടായ്മയായ ഒരു വൻ നിര തന്നെ സിനിമയിൽ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലമാണ് സ്ക്രീനിൽ തെളിയുന്നതും നമ്മളൊക്കെ 100-200 രൂപ മുടക്കി ഒരു സിനിമ കാണുന്നതും. അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രയേറെ കഠിനാധ്വാനമുണ്ടെന്നും ഇത്രയും പേരുടെ കഠിനാധ്വാനമുണ്ടെന്നും രാപകലില്ലാതെ പണിയെടുക്കുന്നതിൻ്റെ ഫലമാണ് ഒരു സിനിമയെന്നും പിന്നീട് ആ സിനിമ വിജയിക്കുന്നത് അല്ലെങ്കിൽ സിനിമയുടെ ഫൈനൽ റിസൾട്ട് ലഭിക്കുന്നത് തിയേറ്ററുകളിൽ പ്രേക്ഷകർ കണ്ട് കൈയടിച്ച് വരവേൽപ്പ് നൽകുമ്പോഴാണ്. അതിന് പുതിയതായിട്ട് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്താണ് ഇതിൻ്റെ പിന്നാമ്പുറം എന്നൊക്കെ നമ്മൾ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, മനസ്സിലാവുന്ന ഭാഷയിൽ ഈ കലാകാരന്മാർ ഞങ്ങളെ പറഞ്ഞു ധരിപ്പിക്കുകയുണ്ടായി, പഠിപ്പിക്കുകയുണ്ടായി. ഇതൊക്കെ ഞാൻ എന്തിനാണ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളോട് അവതരിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമാണ്. പോരാത്തതിന് ഇത്തരം ക്യാമ്പയിനുകൾ സ്ഥിരം സന്ദർശിക്കുന്ന വ്യക്തിയും ഒപ്പം തന്നെ പങ്കെടുത്തിട്ടുള്ള ഫിലിം മേക്കിംഗ് വർക്ക്ഷോപ്പുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ എന്നാൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അവറ റിസർച്ച് അക്കാഡമി ഫോർ ഫിലിം ടെക്നോളജി. ഷോർട്ട് നെയിമാണ് ക്രാഫ്റ്റിൽ എനിക്കുണ്ടായ ഈ നല്ല അനുഭവം ഈ മേഖല തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്ന പുതുമുഖങ്ങൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന മനോഭാവത്തിലാണ് നിങ്ങളെ കൂടി അറിയിക്കുന്നതിൻ്റെ ഉദ്ദേശം. ചാവറ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.